ഇത് 1,00,000 രൂപയിലേക്ക് പവൻ എത്തുന്നത് ഒരു ഘട്ടം സമീപകാലത്തുണ്ടാവും. ഉണ്ടാവാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി മാർക്കറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് വ്യത്യാസം വേണമെങ്കിൽ ലണ്ടൻ റേറ്റ് വ്യത്യാസം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവാം. സ്വർണ്ണവില കൂടി എന്ന് പറഞ്ഞ് ആരും കുറച്ച് മേടിക്കില്ല എന്നുള്ളൊരു ഉദാഹരണം ഞാൻ പറയുന്നത് വെച്ചാൽ ആ മാസം നടന്ന സെയിൽസ് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് 40% കൂടി. അവരുടെ മനസ്സിലുള്ള തൃപ്തി എന്താണെന്ന് വെച്ചാൽ ഈ സ്വർണം അവർക്ക് 2 കൊല്ലമോ 3 കൊല്ലമോ കഴിഞ്ഞാൽ തിരിച്ച് കൊടുക്കണം. എന്തെങ്കിലും ആവശ്യം ഇതേ ഉപകരിക്കുള്ളൂ. സ്വർണ്ണക്കടയിൽ കൊടുത്താൽ 1 മണിക്കൂറിനകം അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കിട്ടും. അതായത് ഇപ്പോൾ 3,00,000 രൂപയ്ക്ക് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ 3,00,000 രൂപയ്ക്ക് തന്നെ വാങ്ങും, കുറയ്ക്കുകയില്ല, കൂട്ടുകയുള്ളൂ. 100 വർഷത്തെ ഭീമയുടെ ചരിത്രം എടുക്കുമ്പോൾ സ്വർണ്ണവില ഇതുപോലെ കൂടിയിട്ടുണ്ടോ എപ്പോഴും? ഇതുവരെ ഇങ്ങനെ ഒരു കയറ്റം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു സാഹചര്യം വന്നു, അതനുസരിച്ച് വില കൂടി. വില കുറയണമെന്ന് ഒരു സ്വർണ്ണ വ്യാപാരി എന്നുള്ള നിലയിൽ സാർ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതിന്റെ മൂല്യം ഇടിഞ്ഞു പോകുന്നു എന്നുള്ളത് വാങ്ങുന്ന ആൾക്കും വിൽക്കുന്ന ആൾക്കും ഒരുപോലെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അതുവരെ ആ ഒരു ആശങ്ക മനസ്സിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ തന്നെ ഇതുവരെ നടന്നു കണ്ടിട്ടില്ല. അതുകൊണ്ട് ആൾക്കാർക്ക് തൃപ്തിയേ ഉണ്ടായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഇത് കുറഞ്ഞിട്ടില്ല. കുറഞ്ഞാൽ തന്നെ കുറഞ്ഞ 100 രൂപ അല്ലെങ്കിൽ 250 രൂപ കുറയും.